എം മോഹനൻ സംവിധാനം ചെയ്ത് 2025 റിലീസ് ചെയ്ത ചിത്രമാണ് ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ, ബാബു ആന്റണി, നിഖില വിമൽ, അമൽ താഹ തുടങ്ങിയവരെല്ലാമാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ആ ഒരു സിനിമയിൽ കാണിച്ച യഥാർത്ഥ സംഭവങ്ങളുടെ റെഫറൻസുകളെ കുറിച്ചും സിനിമാ റെഫറൻസുകളെ കുറിച്ചും ഹിഡൻ ഡീറ്റെയിൽസിനെ കുറിച്ചും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. സിനിമയിൽ വിനീത് അവതരിപ്പിച്ച ജയേഷ് എന്ന കഥാപാത്രത്തിന്റെ തറവാടായ മാമ്പ്രത്ത് വീട് കാണിക്കുന്നുണ്ട്. ആ വീട് കാണിക്കുമ്പോൾ അതിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ എഴുതിയതായി കാണാം: നിന്റെ കല്യാണം നടത്തിയതിന് ശേഷേ അത് നടത്തൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നല്ലേ, നിന്റെ കല്യാണം നടത്തിയതിന് ശേഷേ അത് നടത്തൂ. മാമ്പ്രത്ത് എന്ന് എഴുതിയതിനു ശേഷം കാണിച്ചിരിക്കുന്നത് മലയാളം നമ്പേഴ്സ് ആണ്. 1812 എന്നാണ് അത് വായിക്കുക. 200-ലധികം വർഷം പഴക്കമുള്ള തറവാടാണതെന്നാണ് കാണിക്കുന്നത്. ആരും എന്നോടൊന്നും ചോദിക്കാനും പാടില്ല, എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. ശ്രീനിവാസന് തന്നെ ഒരു പഴയ സിനിമയിലെ ഒരു ഡയലോഗാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 1991 ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം സിനിമയിലെ ഒരു ഡയലോഗ്. എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് അക്ഷരം മിണ്ടാൻ പാടില്ല. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല, എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. ശ്രീനിവാസന്റെ സഖാവ് പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ വളരെ ഫേമസ് ആയ ഒരു ഡയലോഗായിരുന്നു അത്. അതിനെയാണ് മകൻ വിനീത് ശ്രീനിവാസൻ ഈ ഒരു രംഗത്തിലൂടെ സൂചിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ വിനീത് ശ്രീനിവാസൻ തന്റെ ബിരിയാണി സ്നേഹം കാണിച്ചത് നിതിൻ മോളിയിലൂടെയാണ്. എന്നാൽ ഈ സിനിമയിലും അത്തരത്തിലൊരു രംഗമുണ്ട്. എനിക്ക് ബിരിയാണി കഴിക്കാണ്ട് സ്ട്രെസ് പോവില്ല. ബിരിയാണിയാണോ സ്ട്രെസ് ബസ്റ്റർ? അതെ. വിനീത് ശ്രീനിവാസന്റെ യഥാർത്ഥ ജീവിതത്തിലെ ആ ഒരു കാര്യമാണ് സിനിമയിലെ ഈ ഒരു രംഗത്തിലൂടെ അവതരിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി മാറിയ ഒരു ഡയലോഗായിരുന്നു അത്. താങ്കൾ ഇതല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് 30 സെക്കൻഡ്? റിപ്പോർട്ടർ ടിവിയിൽ അഭിലാഷും രാഹുൽ ഈശ്വറും നടത്തിയ ചർച്ചയിലെ ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് ഈ രംഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്തു വരും. മമ്മൂക്ക എപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്? 2000 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമായ നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രമായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിന്റൻഡന്റ് ഓഫ് പോലീസ്. സിനിമയിൽ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിലെ കോടതി രംഗത്തെ കുറിച്ചുള്ള ഒരു റെഫറൻസും കാണിക്കുന്നുണ്ട്. പക്ഷേ വകതിരിവ് വട്ടപൂജ്യം. ശകലകലാവല്ലഭൻ പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. സ്ഫടികം സിനിമയിലെ ശങ്കരാടിയുടെ ഈ ഒരു ഡയലോഗിനെയാണ് അമൽ താഹ അനുകരിക്കുന്നത്. സിനിമയിൽ ഗായകൻ വിധു പ്രതാപിന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ 2002 നമ്മൾ സിനിമയിലെ ഗാനമാണ് ഉപയോഗിച്ചത്. തട്ടത്തിൻ മറയത്ത് സിനിമയുടെ റെഫറൻസ് ഇല്ലാതെ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ പോലും ഉണ്ടാകാറില്ല. ഒരു ജാതി ജാതകം സിനിമയിൽ പലയിടത്തായി അത് കാണിക്കുന്നുണ്ട്. ബാബു ആന്റണി അവതരിപ്പിച്ച കഥാപാത്രം നിവിൻ പോളിയുടെ ഫേമസ് ആയ ഈ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഇളം കാറ്റ് ജയേഷിന്റെ മുടിയിലൂടെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഈ നായരുകുട്ടിയെ ഒരുത്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. സിനിമയിൽ ഇഷ തൽവാറിന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. താത്രിക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. അവിടെയും തട്ടത്തിൻ മറയത്തിന്റെ ബിജിഎമ്മും ജയേഷ് ഇഷ തൽവാറിനെ ആയിഷയായിട്ട് കാണുന്നെന്നും പറയുന്നുമുണ്ട്. പല സമയത്തായി മലയാളികൾ ഉപയോഗിച്ചു വരുന്ന ഒരു സിനിമ ഡയലോഗാണ് കമ്മീഷണറിലെ സുരേഷ് ഗോപിയുടെ ഈ ഒരു ഡയലോഗ്. ഈ സിനിമയിലും ആ ഒരു ഡയലോഗ് ഉപയോഗിച്ചു. സിനിമയിൽ പലയിടത്തായി ഡബ്ബിംഗ് മിസ്റ്റേക്കുകൾ കാണാവുന്നതാണ്. ആദ്യം ഇന്റെ കല്യാണം, എന്നിട്ടേ ഉള്ളൂ നൂനുന്റെ കല്യാണം. ആദ്യം ഇന്റെ കല്യാണം, എന്നിട്ടേ ഉള്ളൂ നൂനുന്റെ കല്യാണം. രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ ഡയലോഗ് അല്ല ഡബ്ബിംഗിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ എന്നോ മറ്റോ ആണ് ഷൂട്ട് ചെയ്തത്. എന്നാൽ ഡബ്ബിംഗിൽ ആ ഡയലോഗ് മാറ്റുകയും ചെയ്തു. എന്നിട്ടേ ഉള്ളൂ നൂനുന്റെ കല്യാണം. സിനിമയിലെ ക്ലൈമാക്സിനോട് അടുത്തൊരു രംഗമായിരുന്നു ഇത്. നിർത്ത്. ആദ്യം 1000 കഥയാകുമ്പോ ആരുടെങ്കിലും നിർബന്ധത്തിന്
ആദ്യങ്ങൾക്ക് നിർബന്ധത്തിൽ ആ രംഗത്തിൽ നടി ഒരു ഡയലോഗ് പോലും പറയുന്നില്ല എന്ന് വ്യക്തമായി കാണാവുന്നതാണ്. എന്നാൽ ഡബ്ബിങ്ങിൽ മാത്രം ചേർത്ത ഡയലോഗാണ് നമ്മൾ കേൾക്കുന്നത്. ജയ 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 ഹേ എന്ന സിനിമ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള റെഫറൻസുകളെ കുറിച്ച് അറിയാമെങ്കിൽ അതും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്. നിന്റെ അന്ത്യം ഉണ്ടല്ലോ അത് മരണമായിരിക്കും. അവന്റെ അന്ത്യുണ്ടല്ലോ മരണായിരിക്കും.